അനുമോളായിരുന്നു ശരി, ആര്യനും ജിസയിലും ശരിയല്ല, അവർ ഈ കാണിക്കുന്ന മൊത്തവും ഡ്രാമയാണ്, നാടകമാണ് എന്ന് റെനയും ബിന്നിയും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കുളിര് കോരുന്നുണ്ട് കേട്ടോ. ഒരു 10 വോട്ട് നിങ്ങൾ അങ്ങോട്ടൊന്ന് കൊടുത്തേക്കണേ ഈ റെനയ്ക്കും ബിന്നിക്കും കേട്ടോ. അങ്ങനെയെങ്കിൽ ഈ മൂട് താങ്ങികൾക്ക് ഒരു 10 വോട്ട് കിട്ടട്ടെ അല്ലേ. ഇതെല്ലാം കൂടെ ഗ്യാങ് അടിച്ചിരുന്നിട്ട് ജിസേലിന് റെന നായ്ക്ക് 40 വട്ടം മസാജ് ചെയ്ത് കൊടുത്ത് ആരിൻ്റെയും അക്ബറിൻ്റെയും കൂടെ മൂടും താങ്ങി നടന്ന് ബിന്നി എന്നിട്ട് ഇപ്പം വന്നിരുന്നിട്ട് അവസാനം ലാലേട്ടൻ വന്നിരുന്ന എപ്പിസോഡിൽ കാല് വാരിയിട്ട് നിലപാടില്ലായ്മയോടെ സംസാരിച്ചിട്ട് ഇപ്പം വന്നിരുന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഒരു 10 വോട്ടിന് വേണ്ടിയിട്ട് അനുമോളെ താങ്ങി സംസാരിക്കുന്നു. നാണമുണ്ടോടെ? ഉളുപ്പുണ്ടോ? റെന ബിന്നി ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ശകലെങ്കിലും ഉളുപ്പുണ്ടോ? പറഞ്ഞു കേട്ടില്ലേ? കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞാണ് അനുമോളായിരുന്നു ശരിയെന്ന്. എടേ, ഈ അനുമോള് ഇത് ആദ്യത്തെ ദിവസം പറഞ്ഞപ്പോഴത്തേക്ക് നീയൊക്കെ അംഗീകരിച്ചോ? ഒരു മനുഷ്യൻ അംഗീകരിച്ചോ? ഈ ജിസേല്, ഈ ആര്യൻ, ഇവര് ആ വീട്ടിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയം, എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുത്ത് എല്ലാവരും തിന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ 2 സാധനങ്ങൾ അവിടെ എവിടെയെങ്കിലും പോയി കിടന്നിട്ട് ചോറ് എല്ലാവരും തിന്ന് കഴിയുമ്പോഴത്തേക്ക് വന്നിട്ട് അവിടുന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റേതുണ്ടാക്കി കഴിക്കുന്നു, മറിച്ചതുണ്ടാക്കി കഴിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണെങ്കിൽ പിന്നെ ബിഗ് ബോസ് അങ്ങനെ ഒരു റൂൾസ് അവിടെ വെക്കണ്ടല്ലോ. അവിടെ ആ വീട്ടിലെ എല്ലാവർക്കും ഒരു നിയമമാണ്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അവിടെ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, കുക്ക് ചെയ്യുന്നത്. ഈ ജിസേലിനും ആരിനും കൊമ്പുണ്ടോ അവിടെ? അതുപോലെ നമ്മൾ ആദ്യത്തെ സമയങ്ങളിൽ കണ്ടതാണ്, ആദ്യത്തെ ദിവസങ്ങളിൽ ഈ ജിസേൽ എന്നിട്ട് കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നു, കട്ടൻ ചായക്കകത്ത് പഞ്ചസാര ഇട്ട് കുടിക്കുന്നു, ഉപ്പിട്ട് കുടിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ ഇട്ട് കുടിക്കുന്നു. അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ഇതിനെ പറ്റിയിട്ട് അനുമോള് പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ ഒന്നും വായിക്കകത്ത് പഴം പുഴുങ്ങി വെച്ചേക്കുമായിരുന്നോ? ഇപ്പം വന്നിരുന്ന അനുമോളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് തള്ളിക്കയറ്റാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് അങ്ങോട്ട് മെഴുകുന്ന അങ്ങോട്ട് 100% ലോക ഉടായ്പകളാണ് കേട്ടോ. ലോക ഉടായ്പകളാണ്. അപ്പാനിയും അതുപോലെ ശൈത്യം പുറത്തായപ്പോഴത്തേക്ക് എല്ലാത്തിനും കാര്യം മനസ്സിലായി. അനുമോളെ കൂടെ അനുമോളെ സുഖിപ്പിച്ച് നിന്നാലേ ഒരു 100 ദിവസം അവിടെ ഓടൂ എന്ന് ഇതിനെല്ലാം മനസ്സിലായി അല്ലേ. അനുമോളെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വന്ന് അനുമോളെ ഫയർ ചെയ്തപ്പോഴത്തേക്ക് ഈ ബിന്നി ആയിക്കോട്ടെ, ഈ റെന ആയിക്കോട്ടെ, അങ്ങനെ കുറെ ടീമുകളുണ്ടല്ലോ അവിടെ, ആദിലെ നൂറ് എല്ലാം കണക്ക് തന്നെ. അപ്പൊ ഇതൊക്കെ നിലപാടില്ലായ്മയുടെ രീതിയിൽ അന്ന് സംസാരിച്ച് നമ്മൾ കണ്ടതാണ് അല്ലേ. അത് നാണമുണ്ടോ വന്നിരുന്നിട്ട് ഇപ്പൊ അനുമോളാണ് ശരി? ഇതൊക്കെ എങ്ങനെ സംസാരിക്കും നമുക്ക് അറിയാം, കാരണം ലൈവ് കാണുന്നത് നമുക്ക് അറിയാം. ഇതൊക്കെ എവിടെ ഏത് വെള്ളത്തിൽ നിന്ന് ചവിട്ടി നിന്ന് സംസാരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. നിലപാടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിലപാട്, മനസ്സിലായോ? ആ സാധനത്തിൽ നമ്മൾ കാണുന്ന കാര്യം, നമ്മൾ കണ്ടിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യം, അത് ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടുകൂടി ഏതാളുടെ മുമ്പിലും ഇനി എത്ര വലിയ ആളാണെങ്കിലും സത്യമായിട്ട് തന്നെ പറയണം, മനസ്സിലായോ? അതാണ് വേണ്ടുന്നത്. അതാണ് വേണ്ടുന്നത്. എന്നാലേ അവിടെ ഒരു വിജയം ഉണ്ടാവത്തുള്ളൂ. അത് അനുമോള് സത്യസന്ധമായിട്ട് അവിടെ പറഞ്ഞു. അന്ന് ഇതല്ല എന്താ പറഞ്ഞത്? അത് അവർ കളിച്ചുകൊണ്ടാണ്, അവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ ടീംസുകളൊക്കെ, ഈ പാവാട ടീംസുകളൊക്കെ വന്നിരുന്നിട്ട് അനുവിനെ തള്ളി പറഞ്ഞു. ഇപ്പൊ നമ്മൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രേക്ഷകരെ പിന്തുണ അനുമോക്കാന്ന് അറിഞ്ഞത് മുതൽ ആ വീട്ടിൽ ഓരോ എണ്ണം അനുമോളെ കൂടെ നടന്നിട്ട് വോട്ട് പിടിക്കാനെ കൊണ്ട് പല പരിപാടികൾ നടത്തുന്നുണ്ട്. അതിലാണെങ്കിൽ രാവും പകലും അനുമോളെ പിറകെയാണ്. അനുമോളെ നീ സോറി പറ, നീ ക്ഷമിച്ചെന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ്. അതുപോലെ ഈ റെനയും ബിന്നിയും എല്ലാ ആൾക്കാരും അതുപോലെ തന്നെയാണ്. അനുമോക്ക് കിട്ടുന്ന പ്രേക്ഷക പിന്തുണയെന്ന് കുറച്ച് വോട്ട് അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഇപ്പം തന്നെ കഴിഞ്ഞ ലൈവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആര്യൻ്റെ ഒരു കേസ് അനീഷ് നല്ല വയറ് നിറച്ച് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വയറ് നിറച്ച്. ഇവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇവൻ കഴിച്ച പ്ലേറ്റ്, ഇത് ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ഇതിൽ ലാലേട്ടൻ വന്ന സമയത്ത് പറഞ്ഞിടേ അവനവൻ കഴിച്ച പ്ലേറ്റ്, അവനവൻ നക്കിയ പ്ലേറ്റ് ഉണ്ടല്ലോ, അവനവൻ കഴുകിയിട്ട് പോടേ. ഇതെന്തിനാ മറ്റുള്ളവർക്ക് ഇട്ട് വെച്ചേക്കുന്നത്? നിന്റെ വീടും തറവാടൊന്നും അല്ല, ഇതൊരു ഷോയാണ്. അപ്പൊ അവിടെ ഇപ്പൊ
ക്ലീനിങ്ങിന്റെ ടീം ഉണ്ടെങ്കിൽ അവർ എന്താണ് ക്ലീൻ ചെയ്യേണ്ടത്? അവിടെ വെച്ചിട്ടുള്ള കറി വെച്ചിട്ടുള്ള പാത്രവും കറി വെച്ചിട്ടുള്ള കിരണ്ടിയൊക്കെ കഴുകാനാണ് അവർ നിൽക്കുന്നത്. അല്ലാതെ വേറുള്ളവൻ നക്കിയ പ്ലേറ്റ് കഴുകാനല്ല അവിടെ അവർ നിൽക്കുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവനവൻ ചെയ്യണം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ വീക്കെൻഡ് കണ്ടാന്ന് തോന്നുന്നു അനുമോൾ ഇതുപോലൊരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോയ്സ് ബാത്റൂമിൽ കയറി ഇറങ്ങി കഴിഞ്ഞാൽ വട്ടം മൂത്രം കിടക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ആര്യനാന്ന് തോന്നുന്നു കേട്ടോ. ഇവനെ അവിടെ വട്ടം എടുത്തു വെച്ചിട്ട് ഇറങ്ങി പോകുന്നതെന്ന് തോന്നുന്നു കഴിവാതെ. അപ്പം ഇവനെ കൊണ്ട് ഇന്നലെ അനീഷ് പ്ലേറ്റ് കഴിപ്പിച്ചു. എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിവിടാന്ന് പറഞ്ഞു. ഇവൻ അവിടെ ആദ്യം പറഞ്ഞു ഞാനല്ല, ഇതെന്റെ പ്ലേറ്റ് അല്ലെന്ന് പറഞ്ഞു. അനീഷ് പറഞ്ഞു നിന്റെ പ്ലേറ്റ് തന്നെയാണ്, ഇവിടെ പ്ലേറ്റ് കഴുകാതിരിക്കുന്നുണ്ടെങ്കിൽ നീ മാത്രമാണെന്ന് പറഞ്ഞു. അവനെ വിളിച്ചോണ്ട് വന്നിട്ട് അവനെ ഇത് പ്രൊവോക്ക് ചെയ്ത് അനീഷ് കഴിപ്പിച്ച് കഴിവിടാന്ന് പറഞ്ഞു. കഴിവിടാൻ മര്യാദയ്ക്ക് പറഞ്ഞു. നിന്റെ പ്ലേറ്റ് നീ തന്നെ കഴിവണമെന്ന് പറഞ്ഞു. അങ്ങനെ വേണം. ഇവന്റെ എന്തോ അച്ചി വീടാണോ ഇത്? ഇത്രയും പേടെ നാണമുണ്ടോടെ? ഒരു ഒന്നുമില്ലെങ്കിലും 10-21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ ഇവനൊക്കെ. കഴിച്ച് സ്വന്തം പ്ലേറ്റ്. വീടാണെങ്കിൽ കുഴപ്പമില്ലടേ, വീട്ടിലാണെങ്കിൽ അമ്മയും അച്ഛനൊക്കെ ഉണ്ട് കഴുകാൻ, അവർ കഴുകി കൊടുത്തോളും. ഇതൊരു ഷോയിൽ വന്ന് നടക്കുമ്പോഴത്തേക്ക് ഇവന്റെയൊക്കെ പ്ലേറ്റ് അവനെ പോലെ തന്നെ അവന്റെ അതേ ലെവലിൽ കയറി വന്നൊരു അവന്റെ അതേ ഒരു ഇതില് ലെവലില് വന്ന് നിൽക്കുന്ന ഒരു മത്സരാർത്ഥി കണ്ടസ്റ്റൻസ് ആണ്. ആ വീട്ടിൽ ഇന്നാളെന്നൊന്നുമില്ല, എല്ലാവരും കണ്ടസ്റ്റൻസ് തന്നെ. ബിഗ് ബോസ് ചൂസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം മത്സരാർത്ഥിയുടെ ലെവൽ, എല്ലാവരുടെ ലെവലും ഒരുപോലെ തന്നെ. അപ്പം അവന്റെ പ്ലേറ്റ് അവൻ കഴുകണം, അതാണ് വേണ്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇവനുണ്ടല്ലോ അടുത്ത വട്ടം ഇവനെ ക്ലീനിങ്ങിന്റെ ഇത് പിടിച്ചിട്ട് ഇവനെ കൊണ്ട് അവിടെ വീട്ടിലുള്ള എല്ലാവരുടെ പ്ലേറ്റ് ഇവനെ കൊണ്ട് കഴിപ്പിക്കണം, അതാണ് വേണ്ടുന്നത്. എന്തായാലും അനീഷ് ഇന്നലെ അവനെ കൊണ്ട് പ്ലേറ്റ് കഴിപ്പിച്ച് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. ഒരു 10 വോട്ട് ഞാൻ പറഞ്ഞല്ലോ. ഈ അനീഷിന് ഈ വീക്ക് എൻ്റെ വോട്ട് ഫുള്ള് അനീഷിനായിരിക്കും. ഞാൻ ഈ സമയം വരെ ഞാൻ അനുമോക്കാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം ഇത് പറയുമ്പോൾ ചില ആൾക്കാർ വരും അനിമോള് PR ആണ്, അതാണ് ഇതാണ് തേങ്ങയാണ്. ഞാനൊന്നും അനുമോളെ കയ്യിൽ നിന്ന് ഒരു 10 പൈസ ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടോ, നമ്മൾ പൈസ മുടക്കി ഹോട്ട്സ്റ്റാറും ഇത് റീചാർജ് ചെയ്ത് വെച്ചിട്ട് ഈ ഷോ സമയം ചെലവഴിച്ച് കാണുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആരാണോ നല്ല ഗെയിമറായിട്ട് തോന്നുന്നത്, ആരാണോ നമ്മളെ എന്റർടൈനിങ് ചെയ്യിക്കുന്നത്, ആരാണ് അവിടെ മൈൻഡ് ഗെയിം കളിക്കുന്നത്, അയാളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? കുറെ ആൾക്കാർ വന്നിട്ട് പറയുകയാണ് സ്റ്റാർ മാജിക്കിലൂടെ അനുവിന് കുറെ പ്രേക്ഷകരുണ്ട്. എന്ത് മാജിക് ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും അവിടെ ചെന്ന് ഗെയിം കളിക്കുന്ന ആരാണോ അവർക്ക് മാത്രമേ, അവിടെ ജെനുവിനായിട്ട് നിന്ന് ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ജനങ്ങൾ പ്രേക്ഷക പിന്തുണ കൊടുക്കൂ. ഇവിടെ കഴിഞ്ഞിട്ടുള്ള സീസണിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. വെളിയിൽ നിന്ന് ഹേറ്റേഴ്സുമായിട്ട് കയറിപ്പോയ ടീമുകൾ അവിടെ പ്രേക്ഷക പിന്തുണ നേടിയിട്ടുണ്ട്. അഖിൽ മാരാര്, തരികിട സാബു, ഈ തരികിട സാബുവിനൊക്കെ എന്ന് വെച്ചാൽ വെളിയിൽ എന്തൊരു ഹേറ്റായിരുന്നല്ലേ. അഖിൽമാരാര് 2 ആഴ്ച വരെ അഖിൽമാരാറിനകത്ത് ഹേറ്റേഴ്സ് ആണ്. അത് കഴിഞ്ഞപ്പോൾ അഖിൽമാരാറിന്റെ മൈൻഡ് ഗെയിം കണ്ട് അഖിൽമാരാറിന്റെ അവിടുത്തെ പെർഫോമൻസ് കണ്ടിട്ടാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. മനസ്സിലായോ? അതുപോലെ ഈ സീസണിൽ അനുമോൾ വെച്ചാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. അനുമോളാണ് അവിടുത്തെ ഓരോ കോണ്ടന്റും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അനുമോളെ അല്ലാതെ വേറെ ആര് സപ്പോർട്ട് ചെയ്യണോടെ? നിങ്ങൾ പറ. അപ്പം ഈ ആഴ്ചത്തെ എൻ്റെ വോട്ട് അനീഷിന്, വേറൊന്നുമല്ല, ഇവനെ കൊണ്ട് പ്ലേറ്റ് കഴിപ്പിച്ചതിന്. മനസ്സിലായോ? അപ്പം എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ലൈവിൽ നടന്നിട്ടുള്ളത്. എന്തായാലും അനുമോളെ അംഗീകരിച്ചല്ലോ, അത് മതി. എന്തായാലും ഇതൊന്നും പറയുന്ന വലിയ കാര്യമാക്കണ്ട, കാരണം ഇതൊക്കെ ഇന്ന് ഈ വോട്ടിന് വേണ്ടിയിട്ട് അംഗീകരിക്കും, നാളെ അതൊക്കെ തിരിച്ചു പറയാം, അത്രേ ഉള്ളൂ. പിന്നെ സെറീനയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇപ്പം ലാലേട്ടൻ വന്ന് അനുമോളെ ഫയർ ചെയ്യുന്നൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിനകത്ത് ഇപ്പം സെറീന പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെ പോലൊരാളെ മുമ്പിൽ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ എന്നുവെച്ചാൽ റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുകയും അവിടെ റെസ്പെക്റ്റ് കൊടുക്കാതെ സംസാരിച്ചത് മോശമായെന്നാണ് സെറീന പറയുന്നത്. എന്തായാലും സെറീനയുടെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. 1-2 കാര്യങ്ങൾ, വേണമെന്നില്ല, 1-2 കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സെറീനയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ലാലേട്ടൻ ഒരു വില കൊടുക്കാത്ത പോലാണ് ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് നിലവിൽ ചെയ്യുന്നത്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഓഫ്കോഴ്സ് അത് ഡിസ്റെസ്പെക്ട്ഫുൾ അല്ലേ. എങ്ങനെ നമുക്ക് അങ്ങനെ പെരുമാറാൻ പറ്റും? ഞാനൊക്കെ അത് കണ്ടപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക? ഇത്രയും വലിയൊരു ലെജൻഡിന്റെ മുന്നിൽ, ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ ഒരു ലെജൻഡ് അടുത്ത് നമുക്ക് 1-on-1 സംസാരിക്കാൻ പറ്റുന്നത് തന്നെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഭയങ്കര ഒരു ചാൻസ് ആണ്. ഞാൻ വിചാരിക്കുന്നത് ലാലേട്ടന്റെ വായിന്ന് സെറീന എന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടില്ല എന്റെ ലൈഫിൽ. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമ്പം നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണ്ടേ? അത് ആ പ്ലാറ്റ്ഫോമിനെ റെസ്പെക്ട് ചെയ്യണം, ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു മഹത് വ്യക്തിയെ റെസ്പെക്ട് ചെയ്യണം. ഡെഫിനറ്റ്ലി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പലർക്കും ചിലപ്പോൾ ആ ഒരു മോറൽ വാല്യൂസ് വന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന ഇതായിരിക്കും അവർക്ക് മാസ്, ഇങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് പുറത്ത് കയ്യടി കിട്ടുക. അത് പക്ഷെ തെറ്റിദ്ധാരണയാണെന്ന് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും. ഫയർ ആദ്യം തന്നെ മോളെ സെറീന ഈ വീഡിയോ സെറീന കാണുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല.
അപ്പം കാണുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിയില്, തലയിൽ വല്ല ഐക്യമാണ് ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിയില്. ലാലേട്ടൻ ലെജൻഡ് ആണെന്ന് സെറീനയ്ക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും അറിയാം, മലയാളികളല്ലാത്ത ആൾക്കാർക്കും അറിയാം, ഒരു കൊച്ചു കുഞ്ഞിന് വരെ അറിയാം ലാലേട്ടൻ ഒരു ലെജൻഡാണ്, ലാലേട്ടനെ ജനങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? അപ്പം ആ ഒരു ഇതിലൂടെ ആ ഒരു ബുദ്ധി അനുമോക്കും ഉണ്ടല്ലോ. അപ്പൊ അനുമോക്കും അറിയാലോ ലാലേട്ടൻ ആരാണ് എന്നും, ലാലേട്ടൻ എവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നും, ലാലേട്ടൻ എങ്ങനെയൊക്കെ ബഹുമാനിക്കണമെന്നും അനുമോക്കും അറിയാം, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് സെറീന പറഞ്ഞു തരേണ്ട കാര്യമില്ല കേട്ടോ, അത് പഠിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതൊരു ഷോയാണ്, ലാലേട്ടൻ ഹോസ്റ്റാണ്. മനസ്സിലായോ? ഈ ഒരു ഷോ ഇപ്പം സെറീന പറഞ്ഞല്ലോ ഡിസ്റെസ്പെക്റ്റോടുകൂടി സംസാരിച്ചെന്ന്. എന്ത് ഡിസ്റെസ്പെക്റ്റാണ് അനുമോള് അവിടെ പറഞ്ഞത്? ലാലേട്ടൻ്റെ മുമ്പിൽ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചോ, ചീത്ത വിളിച്ചോ, മോശമായിട്ട് സംസാരിച്ചോ? ഈ സെറീന കൂടുതലൊന്നും പറയല്ല. ഈ കഴിഞ്ഞ ബിഗ് ബോസ് സീസൺസ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏത് രീതിയിലാണ് ലാലേട്ടൻ്റെ മുമ്പിൽ പല ആൾക്കാരും നിന്ന് അവിടെ നിന്ന് സംസാരിച്ചിട്ടുള്ളതെന്ന് എല്ലാം പ്രേക്ഷകർക്ക് അറിയാം. മനസ്സിലായോ? അനുമോൾ ഇവിടെ ഒരു കാര്യവും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. കണ്ടു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് സെറീനയെ ഡിസ്റെസ്പെക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞതാ. കണ്ട കാര്യം കണ്ട കാര്യം കണ്ടു എന്ന് പറയുന്നതിൽ എവിടാണ് ഉറച്ച നിലപാടിലൂടെ കണ്ടു എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് ഡിസ്റെസ്പെക്റ്റ് ആവുന്നത്? ലാലേട്ടനെ ബഹുമാനിക്കുന്നുണ്ട്, ലാലേട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ഈ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ലെജൻഡായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ലാലേട്ടൻ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, തല പോയാലും കള്ളം പറയില്ലെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആരെ മുമ്പിലായാലും തല പോയാലും കള്ളം പറയില്ലേ, സത്യം തന്നെ പറയണം. അത് ലാലേട്ടന് നല്ല വ്യക്തമായിട്ട് അറിയാം ആരാണ് കള്ളം പറഞ്ഞത്, ആരാണ് സത്യം പറഞ്ഞത്. ലാലേട്ടന് നല്ലപോലെ അറിയാം. പക്ഷേ ലാലേട്ടൻ്റെ ഹോസ്റ്റാണ്. ലാലേട്ടന് അവിടെ നിന്ന് കൊടുക്കുന്ന ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ കൊടുക്കുന്ന ഇതൊരു ഷോയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അവരെ ഷോയെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ അത് ആ ഒരു ഇത് ഔട്ട് വെളിയിലോട്ട് കൊടുക്കുന്ന രീതിയിൽ അവർ നിൽക്കത്തില്ല. ഇത്രയും വലിയൊരു ഷോയാണ്, ജനലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്. അങ്ങനെ അനുമോൾ അവിടെ കണ്ട കാര്യം കണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വേറെ അനുമോളെ നിലപാടില്ലായ്മയെ പറ്റിയിട്ട് ഒരുപാട് പേര് കുറ്റം പറഞ്ഞ് സംസാരിക്കും. മനസ്സിലായോ? പക്ഷെ ഇവിടെ തല പോയിട്ടും ഉറച്ച് തൻ്റെ നിലപാടാണ് ശരി എന്ന് ഉറച്ചു നിന്ന അനുമോളെ പ്രശംസിച്ചേ പറ്റൂ കേട്ടോ, പ്രശംസിച്ചേ പറ്റൂ. കാരണം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി എത്ര വലിയ ആളാണെങ്കിലും ഇവരെല്ലാവരും നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. നമ്മളവിടെ മോശവാക്കുകളൊന്നൊന്നുമല്ല പറയുന്നത്. നമ്മൾ കള്ളം പറഞ്ഞില്ല, കണ്ട കാര്യം കണ്ടു എന്ന് പറഞ്ഞു. അതിലെവിടെയാണ് ഡിസ്റെസ്പെക്റ്റ് ആകുന്നത്? ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സെറീന എന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പറഞ്ഞതെന്ന്. ഇപ്പം ഈ സെറീനയുടെ സീസണിൽ തന്നെ സെറീന അഖിൽമാരാരെ വെച്ച് തെറി വിളിച്ചിട്ടില്ലേ? ലാലേട്ടൻ ഉൾപ്പെടെ ഹോസ്റ്റ് ചെയ്യുന്നൊരു ഷോയാണ്. ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് സംസാരിച്ചില്ലെങ്കിൽ ആ ഷോയിൽ സെറീന എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? അഖിൽമാരാറിന്റെ ചന്തിയിൽ പിടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോളെ കൂടുതലൊന്നും ഞാൻ എടുത്തിട്ട് ഇളക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതിലും വലിയ ഡിസ്റെസ്പെക്റ്റ് ഒന്നുമില്ലടേ. മനസ്സിലായോ? വെച്ച് വരെ പല ഭാഷകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണ്. ഇപ്പം ഒരു കൊല ചെയ്യാതെ സെറീന, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, സെറീനായ ഒരു കൊല ചെയ്യാതെ ഇപ്പം കോടതിയിൽ കൊണ്ടുപോവുക. സെറീന ഇതുപോലെ കൊല ചെയ്തു, സെറീന സത്യത്തിൽ നിരപരാധിയായിരിക്കും. മനസ്സിലായോ? അപ്പൊ സെറീന കൊല ചെയ്തെന്ന് പറഞ്ഞ് സെറീനായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. കോടതിയിൽ വാദിക്കാൻ വരുന്നത് ഒരു എക്സാമ്പിൾ പറയാണ്, മമ്മൂട്ടിയാണ് വാദിക്കാൻ വരുന്നത്. അപ്പൊ മമ്മൂട്ടി സെറീനക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് വാദിക്കുന്നത്. സെറീന അടുത്ത് പറയാം, സെറീന നീ കുറ്റം ചെയ്തു, നീയാണ് കൊല ചെയ്തത് എന്ന് സെറീന അടുത്ത് പറയുവാണ്. അപ്പം മമ്മൂട്ടി ഒരു ലെജൻഡാണ്, മമ്മൂട്ടി എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. അപ്പം സെറീന അപ്പം പറയുമോ മമ്മൂക്ക ഞാനാണ്, മമ്മൂട്ടിയുടെ ഉള്ളൊരു ബഹുമാനം കൊണ്ടിട്ട്, മമ്മൂട്ടിയുടെ ഉള്ളൊരു സ്നേഹം കൊണ്ടിട്ട് സെറീന പറയുക ഞാനാണ് മമ്മൂക്ക കൊന്നേന്ന് സെറീന അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ? അവിടെ സെറീന എന്ത് പറയും? കള്ളം പറയോ? മാറ്റി പറയോ? ഇവിടെ അനുമോള് പറഞ്ഞിട്ടുള്ളൊരു നിലപാടുണ്ടല്ലോ, അത് പുള്ളിക്കാരി അന്നേരം അത്രയും വിനയത്തോടുകൂടിയാണ് പറയുന്നത്. ഞാൻ കണ്ടു ലാലേട്ട എന്നാണ് പറയുന്നത്. അല്ലാതെ ലാലേട്ടന്റെ ഡിസ്റെസ്പെക്ട് രീതിയിൽ പറയുന്ന ഒരു വാക്കും അവിടെ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതൊക്കെ ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പം എന്തായാലും ഇത് കണ്ടപ്പോഴത്തേക്ക് ഇതിനെ പറ്റിയിട്ട് 2 വാക്ക് എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സംസാരിച്ചത്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ കേട്ടോ. കമൻറ്റ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യല്, കാരണം ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം സീ യു ഗൈസ്.